നമ്മുടെ വീട്ടിൽ രണ്ട് അലമാരിയാണുള്ളത്. ഒന്ന് എനിക്ക് പിലോമ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ മേടിച്ചു തന്ന ഈ അലമാരി, പിന്നെ അപ്പുറത്തിരിക്കുന്ന മുറിയിലെ വേറൊരു ചെറിയ അലമാരി ചേട്ടൻ മേടിച്ചതും. 2 ദിവസമായി ഞാൻ പറയണു അലമാരി ഒതുക്കണം ഒതുക്കണം എന്ന്. പക്ഷെ ഇവരാരും വരുന്നില്ല. ഒരു തരത്തിൽ വരാത്താണ് നല്ലത്. ആള് കൂടിയ പാമ്പ് ചാവില്ല എന്ന് പറയണ പോലെ ഓരോ ഡ്രസ്സ് മാറ്റി വയ്ക്കാൻ എടുക്കുമ്പോഴും അതെനിക്ക് വേണ്ടതാണ്, ഇതെനിക്ക് വേണ്ടതാണ്, ഇത് ഞാൻ നാളെ ഇടാൻ വെച്ചേക്കുവാണെന്ന് പറഞ്ഞ് ഈ അലമാരി ഒതുക്കൽ നടക്കില്ല. ഇതിലിരിക്കണതൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും. കുറേ വേണ്ടാത്തത്, അതായത് എപ്പോഴും ഇടാത്ത ഡ്രസ്സുകൾ ഞാൻ എന്താ ഇങ്ങനെ ബാഗിലാക്കി അലമാരിൽ വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴെപ്പോഴും വേണ്ട, വല്ലപ്പോഴും എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴേക്ക് എടുക്കുള്ളൂ. ഈ ബാഗിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ തട്ടി അങ്ങ് മാറ്റി വയ്ക്കാം. അങ്ങനെ ദാ ഒരു വിധത്തിൽ അത് ഒതുക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആയി. ഇനി ഇത് കുളമാക്കിയാൽ ഇവിടെ ഞാൻ ഇറങ്ങി പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചിങ്ങൻ ചെമ്മീനും കൂടി മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ മുളക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എൽസിനുള്ള കുറുക്കും കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് ദാ മീൻ വറുക്കാൻ വെച്ചു. ആ ഉരുട്ടി കാണിച്ചത് ജോക്കുട്ടന് അല്ല, അന്നമ്മയ്ക്ക് സ്കൂളിലേക്ക് കൊണ്ടുള്ള പപ്പടമാണ്. ഓണ സെലിബ്രേഷന് സദ്യക്ക് നമ്മൾ ഇവിടുന്ന് കൊച്ചിന് പപ്പടമാണ് കൊടുത്തു വിടുന്നത്. വറുത്ത് കൊടുത്തു വിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തു വിടാണ്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഊണ് കഴിച്ചു. വിശന്നിട്ട് പാടുണ്ടായില്ല. ഉച്ചയ്ക്ക് ഞാനൊരു സാധനം മര്യാദക്ക് കഴിച്ചിട്ടില്ല. ഈ തുണിയുമേ കിടന്ന് തന്നെ ഉള്ള മറച്ചിലായിരുന്നു. എൽസുവിനെ കുറുക്ക് കഴിപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേ, അപ്പം അങ്ങനെ ഒരു വിധത്തിൽ കഴിപ്പിച്ചു. വിശന്നിട്ട് വയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ. വേഗം എൽസുവിനെ അടുത്ത് കിടത്തിയിട്ട് അതിനിച്ചിട്ട് ചോറെടുത്ത് ഞാൻ തിന്നു. അപ്പോൾ നമ്മുടെ ഇതേപോലെയുള്ള കുട്ടി കുട്ടി വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.